ഹലോ ഗായ്സ്, പോസ്റ്റ്ഗ്രെ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് ഡാറ്റാബേസിലോട്ട് ഒരു ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ ഡാറ്റാബേസിനെ എങ്ങനെയാണ് ഫെച്ച് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഓർഡർ ബൈ എന്താണ് ഡിസ്റ്റിങ് കീവേഡ്, ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഡാറ്റ ഡിഫറെൻറ്റ് കണ്ടീഷനിൽ നമുക്ക് ഡാറ്റ ഫെച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ ടേബിളിലുള്ള എല്ലാ ഡാറ്റേഴ്സും ഇവിടെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നേരത്തെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിന്ന് നമുക്ക് ജെൻഡർ എന്ന് പറയുന്നൊരു കോളം ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പുതുതായിട്ട് ആഡ് ചെയ്തതാണ്, ജെൻഡർ എന്ന് പറയുന്ന കോളം. എന്നിട്ട് ഓരോ യൂസറിനും ഒരു ജെൻഡറും ഞാൻ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ ഒരു ടേബിളിൽ മെയിലായിട്ടുള്ളവരുടെ ഡാറ്റ മാത്രം വേണം വിചാരിക്കാം. ആ ഒരു കണ്ടീഷൻ വെച്ച് എനിക്ക് ഡാറ്റ ഫെച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെലക്ട് സ്റ്റാർ, എല്ലാ ഡാറ്റയും വേണമെങ്കിൽ സ്റ്റാർ കൊടുത്തു, ഫ്രം എംപ്ലോയി. ഇത്രയും കറക്റ്റാണ്, നമ്മൾ മുമ്പ് ചെയ്ത അതേപോലെ തന്നെ. ഇവിടെയാണ് നമ്മൾ കണ്ടീഷൻ കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് വേർ എന്ന് പറയുന്ന ഈ ഒരു കീവേഡാണ് യൂസ് ചെയ്യുന്നത്. വേർ അത് കഴിഞ്ഞ് കണ്ടീഷൻ കൊടുക്കുക. നമ്മളിവിടെ ജെൻഡറാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. ജെൻഡർ ഈക്വൽ ടു മെയിൽ കൊടുക്കുക, സെമിക്കോളൻ, എൻ്റർ. ഓക്കെ, അപ്പം നമുക്ക് കാണാം ഇവിടെ റിസൾട്ടിൽ മെയിലായിട്ടുള്ളവരുടെ റെക്കോർഡ്സ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. സിമിലർലി നമുക്ക് ഫീമെയിൽ ആയിട്ടുള്ളവരുടെ റിസൾട്ട് മതി എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മെയിലിന് പകരം ഫീമെയിൽ എന്ന് കൊടുക്കാം, എൻ്റർ അടിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റോസിൻ്റെ റെക്കോർഡ് മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്, ബിക്കോസ് ഷീ ഈസ് ഫീമെയിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ വേർ കീവേഡ് യൂസ് ചെയ്യുന്നത്. നമുക്ക് കണ്ടീഷണലി ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വേർ ക്ലോസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതേപോലെ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് ഇതിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ കണ്ടീഷൻ എടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ജെൻഡർ ചെക്ക് ചെയ്ത പോലെ നമുക്കിനി ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടീഷൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോളം നെയിം ആദ്യം കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്. ഓക്കെ, ഡേറ്റ് ഓഫ് ബർത്ത് ഇസ് ഈക്വൽ ടു 970909. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമുക്ക് റോസിൻ്റെ റെക്കോർഡ് കിട്ടും. കാരണം റോസിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കണമെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ജെൻഡർ ഫീമെയിൽ ആയിരിക്കണം, ഡേറ്റ് ഓഫ് ബർത്ത് ഒരു 1997, ഞാൻ ഏത് ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുക്കുന്നത് ആ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡാറ്റ കിട്ടുമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ആൻഡ് എന്ന് പറയുന്ന സംഭവം യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. ഇത് നമുക്ക് നമ്മുടെ കണ്ടീഷൻ വേർ ഫസ്റ്റ് കണ്ടീഷൻ എന്താ, ജെൻഡർ എന്ന് പറയുന്നത് ഫീമെയിൽ ആയിരിക്കണം. ഓക്കെ, ഇത്ര കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റെക്കോർഡ് കിട്ടും. മീൻസ് ഫീമെയിൽ ആയിട്ടുള്ള ഒരു ആളേ ഉള്ളൂ, സോ ആ റെക്കോർഡ് കിട്ടി. എനിക്ക് ഫീമെയിലും ആയിരിക്കണം, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് രണ്ട് മൾട്ടിപ്പിൾ കണ്ടീഷൻ കൊടുക്കാൻ നമുക്ക് അതിനെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആൻഡ് എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഓർ എന്ന് പറയുന്നൊരു കണ്ടീഷൻ കൂടി ഉണ്ട്. നമുക്കത് ആൻഡ് നോക്കാം. ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ഈക്വൽ ടു, ഞാനിവിടെ ചുമ്മാ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു, 22/01/01. ഓക്കെ, ഇനി എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ 0 റോസ് ആണ്. കാരണം നമ്മുടെ ടാബിളിൽ ആകെ ഒരു ഫീമെയിലേ ഉള്ളൂ. അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1997 ആണ്. സോ നമുക്കിവിടെ 0 കോഡാണ്. ഇപ്പോൾ അതിന് പകരം ഞാനിവിടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1997/09 സോറി ഓക്കെ 09/09 കൊടുത്ത് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് റെക്കോർഡ് കിട്ടി. കാരണം ഇവിടെ ഞാൻ കൊടുത്ത രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതല്ല, എനിക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മതി. ഒന്നെങ്കിൽ ഞാൻ കൊടുക്കുന്ന ജെൻഡർ എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ആൻഡിന് പകരം നമുക്ക് അവിടെ ഓർ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ആൻഡിന് പകരം നമുക്ക് ഓർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ സെയിം റിസൾട്ട് കിട്ടി. ഇനിയിപ്പോൾ ഞാനിവിടെ ഡേറ്റ് ഓഫ് ബർത്ത് മുമ്പ് കൊടുത്ത പോലെ തെറ്റിച്ച് കൊടുത്തു വിചാരിക്കുക, 2021 കൊടുത്തു, എൻ്റർ അടിച്ചു കഴിഞ്ഞാലും എനിക്ക് റെക്കോർഡ് കിട്ടുന്നുണ്ട്. കാരണം ഇവിടെ ജെൻഡർ എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തു.
അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ഈക്വൽ ടു ഒരു ഡേറ്റ് കൊടുത്തു. ഇതേപോലെ തന്നെ നമുക്ക് ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇങ്ങനത്തെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഒക്കെ നമ്മുടെ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാനാണെങ്കിൽ ഞാനിവിടെ എടുത്തു. അതിൽ ഞാൻ ജെൻഡർ ഈ ഒരു കണ്ടീഷൻ ഞാൻ നോക്കുന്നില്ല. നമുക്ക് കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് ഈ ഡേറ്റിനേക്കാൾ ചെറിയ, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഡേറ്റിനേക്കാൾ കുറവുള്ള ഡേറ്റ് ഓഫ് ബർത്ത് ആരതാണോ അവർക്ക് കിട്ടണം. അതായത് ഡേറ്റ് ഓഫ് ബർത്ത് ഈസ് ലെസ് ദാൻ ഞാൻ കൊടുത്തിരിക്കുന്ന ഡേറ്റ്. ഇത് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ റെക്കോർഡും കിട്ടി. കാരണം ഇവിടെ എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തിനേക്കാൾ കുറവാണ്. മീൻസ് അതായത് ഞാൻ കൊടുത്തതിനേക്കാൾ മുമ്പാണ് അവരെല്ലാം ജനിച്ചിരിക്കുന്നത്. അതാണ് ഈ ലെസ് ദാൻ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഞാൻ അതിന് പകരം ലെസ് ദാന് പകരം ഗ്രേറ്റർ ദാൻ കൊടുത്തു. അതായത് ഇവരെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുത്ത ഡേറ്റ് കഴിഞ്ഞിട്ടായിരിക്കണം അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, അതിനേക്കാൾ കൂടുതലായിരിക്കണം. സോ ഞാൻ ഇവിടെ എൻ്റർ എടുത്തു കഴിഞ്ഞാൽ 0 റോസ്. കാരണം എല്ലാവരുടെയും ഡേറ്റ് ഓഫ് ബർത്ത് 2001 കുറവാണ്. ഓക്കെ, 90, 98, 97 ഒക്കെയാണ് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. സിമിലർലി നമുക്ക് ഈക്വൽ ടു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ ഇതുപോലെ കൊടുക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ നമുക്ക് കണ്ടീഷണലി ഡാറ്റാ ബേസിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പല സ്ഥലങ്ങളിലും ഇതിൻ്റെയൊക്കെ ഒരുപാട് കോമ്പിനേഷൻസ്, അത് ആൻഡും ഓറും ലെസ് ദാനും ഗ്രേറ്റർ ദാനൊക്കെ യൂസ് ചെയ്തിട്ട് പല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വറീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതാണ് ഈ ഒരു ബേസിക്സ് അറിഞ്ഞിരുന്നാൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ക്വറീസ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.